അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹകാരികളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് താജുൽ ഉലമ ടവർ ഹെഡ്രിക്കോട് നമ്മുടെ മമ്മാലിപ്പടിക്കലുള്ള ടവർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നമുക്ക് ചില പ്രധാന ഭാഗങ്ങൾ നമുക്ക് കാണാം. കൂടുതൽ നമുക്ക് സൗകര്യപ്പെട്ടില്ല. ക്ലിപ്പുകളിൽ നിന്നല്ല നമ്മുടെ സുന്നത്ത് ജമാഅത്ത് പഠിക്കേണ്ടത്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ നാവിൽ നിന്നാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്ത് പഠിക്കേണ്ടത്. ഒരു കാര്യം പറയുമ്പോൾ അപ്പുറവും ഇപ്പുറവും പറഞ്ഞതങ്ങ് വെട്ടിക്കളഞ്ഞ് മധ്യത്തിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പല്ലേ? അത് യഹൂദികളുടെ ഏർപ്പാടാണ്, അതേ നസാറാക്കളുടെ ഏർപ്പാടാണ്. അവരുടെ ഗ്രന്ഥങ്ങളിൽ അപ്പുറവും ഇപ്പുറവും മറച്ചു വെച്ച് അവർ ഇടയ്ക്ക് നിന്ന് ചിലത് സന്ദർഭത്തിൽ കട്ട് ചെയ്ത് ജനങ്ങളെ പേടിപ്പിച്ചു. ഇതുപോലെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ ചലനങ്ങളും അടക്കങ്ങളും പ്രവർത്തനങ്ങളും വിചാരങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാകട്ടെ. വിദേശത്തും നാട്ടിലും നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു സഹായിക്കുമാറാകട്ടെ. ഇവിടെ വന്നപ്പോഴും സിറാജുൽ ഹുദയിലേക്ക് ധാരാളം സംഭാവനകളും നേർച്ചകളും തന്നവരുണ്ട്. സിറാജുൽ ഹുദക്ക് അല്ലാഹു തന്ന വലിയൊരു ബർക്കത്ത് അതിന് കുറെ എതിരാളികൾ തന്നു എന്നതാണ്. ക്ലിപ്പുകളിൽ നിന്നല്ല നമ്മുടെ സുന്നത്ത് ജമാഅത്ത് പഠിക്കേണ്ടത്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ നാവിൽ നിന്നാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്ത് പഠിക്കേണ്ടത്. ഒരു കാര്യം പറയുമ്പോൾ അപ്പുറവും ഇപ്പുറവും പറഞ്ഞതങ്ങ് വെട്ടിക്കളഞ്ഞ് മധ്യത്തിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പല്ലേ? അത് യഹൂദികളുടെ ഏർപ്പാടാണ്, അതേ നസാറാക്കളുടെ ഏർപ്പാടാണ്. അവരുടെ ഗ്രന്ഥങ്ങളിൽ അപ്പുറവും ഇപ്പുറവും മറച്ചു വെച്ച് അവർ ഇടയ്ക്ക് നിന്ന് ചിലത് സന്ദർഭത്തിൽ കട്ട് ചെയ്ത് ജനങ്ങളെ പേടിപ്പിച്ചു. ഇതുപോലെ ഒരു വീട്ടിലെ 6 പേരെ ഒരുമിച്ച് കൊലപ്പെടുത്തിയ ലഹരിക്കടിമപ്പെട്ട യുവാവിന്റെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇങ്ങനെ മൃഗീയം എന്ന പദം കൊണ്ടുപോലും വിശേഷിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നമുക്കറിയാം. 2015 കേരള എക്സൈസ് വകുപ്പ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 500-നും 600-നും ഇടയിലായിരുന്നു കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം. ലഹരിയുടെ 20 മുതൽ പിടിക്കപ്പെടുന്ന വിഷയത്തിലും ഈ ഒരു വർധനവ് കാണാം. 2015 250 തൊട്ട് 300 കിലോഗ്രാം ലഹരി വസ്തുക്കളാണ് 3000-നും 4000-നും ഇടയിലായിരുന്നു. സമാന്തരമായി വർദ്ധിച്ചു വരുന്ന വയലൻസുകൾ നമുക്ക് ദർശിക്കാം. വർദ്ധിച്ചു വരുന്ന കൂടിക്കൂടി വരുന്ന വാഹന അപകടങ്ങൾ, പ്രത്യേകിച്ച് 18 വയസ്സ് എ ക്ലസ്റ്റർ സി പോലത്തെ പ്രത്യേകം പേഴ്സണാലിറ്റിയുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞ് കൂടുതൽ ശ്രദ്ധിക്കണം. അവർ കൂടുതൽ ലഹരിക്ക് അടിമപ്പെട്ടേക്കാം. ADHD എന്ന് പറയുന്ന അസുഖം നമ്മളെല്ലാവരും കേട്ടതാകും, വായിച്ചതാകും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ നമ്മൾ നടത്തേണ്ടത്. പാകിസ്ഥാനി ഇനി ഇതുപോലെയുള്ള ഒരു ക്രൂരകൃത്യത്തിന് ഒരിക്കലും തോന്നാനാകാത്ത വിധം ലോകത്തിന് മുമ്പിൽ അവരെ ഒറ്റപ്പെടുത്താൻ ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതിന് അവർക്ക് ആവശ്യമായ നടപടികൾ എടുക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരികയുമാണ് വേണ്ടത്. അതേ സമയത്ത് സായുധ പോരാട്ടം ഒന്നിനും പരിഹാരമല്ല. പ്രത്യേകിച്ച് ഈ യുഗത്തിൽ നമുക്കറിയാം, ഏത് വൻശക്തികളാണെങ്കിലും ഒരു ചെറിയ ശക്തിയെ പോലും ആയുധം കൊണ്ട് തോൽപ്പിക്കാനാകാത്ത സാഹചര്യമാണ് പുതിയ കാലഘട്ടത്തിലുള്ളത്. നിങ്ങൾ നോക്കൂ, ഗസയിൽ വളരെ പാവപ്പെട്ട ഏതാനും ലക്ഷം വരുന്ന ചെറിയ ആളുകളാണവര്. അവർക്കെതിരെ 1 വർഷത്തിലേറെ കാലമായി ലോകത്തെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്ന് കൈവശമുള്ള സാങ്കേതിക വിദ്യ പറഞ്ഞ് തമ്മിലടിപ്പിച്ച് ഒരേ സമയത്ത് 2 രാജ്യത്തിൽ കരിച്ചു കൊടുക്കാനുള്ള ഇത്തരം രാജ്യങ്ങളുടെ കുൽസിത ശ്രമങ്ങളെ നമുക്കറിയാവുന്ന. പ്രിയമുള്ളവരെ, അങ്ങനെ 40 വയസ്സ് കൃത്യമായ ഒരു അംഗീകാരമാണ്. 25 വയസ്സാകുമ്പോ ആ രാജ്യത്തെ ഏറ്റവും വലിയ രാജ്ഞിയായ കുലീനയായ സമ്പന്നയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എത്രയോ സമ്പത്തിന്റെ ഉടമയാണ്, എത്രയോ കച്ചവടങ്ങളുണ്ട്, കച്ചവടക്കാരുണ്ട്. അങ്ങനത്തെ ഒരു വലിയ റാണി, അറേബ്യയിലെ റാണിയായ ഖദീജ ബീവി ഒന്നുമില്ലാത്ത വാപ്പയില്ല, ഉമ്മയില്ല, ആരാനുമില്ല, എല്ലാമുണ്ട്, എല്ലാ പക്വതമുണ്ട്. അതേപോലെ പ്രത്യേകത ഭർത്താവായി തിരഞ്ഞെടുത്തത് വെറും ഒരു
മാത്രമല്ല കാരണം ഞങ്ങളുടെ പാവപ്പെട്ടവന്റെ പ്രശ്നം ഏറ്റെടുക്കുന്നവരാണ്. ഈ ഉമ്മത്തിന് അതാണ് ഉദാത്തമായ മാതൃക. ആ ഖദീജയുടെ വാക്ക് റഹ്മത്തുൽ കുറിച്ച് പറഞ്ഞ വാക്ക് കേന്ദ്രീകരിച്ച് അത് ഖദീജ പറഞ്ഞ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഉമ്മത്ത് ചെയ്യുന്നത്. ഈ പ്രസ്ഥാനം ഇത് മഗ്‌രിബിന് മുമ്പായിട്ടുള്ള ദൃശ്യമാണ്. AP ഉസ്താദും കല്ലിത്തങ്ങളൊക്കെ അകത്തുണ്ട്. ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുന്നത്. നമ്മുടെ നേതാക്കന്മാരെല്ലാവരും അകത്തുണ്ട്. പുറത്ത് ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിപ്പാണ്. മഗ്‌രിബിന് ശേഷം നല്ല മഴയായിരുന്നു. കുറച്ച് നേരം നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അന്തരീക്ഷം ഒന്ന് തണുത്തു. അതുപോലെ തന്നെ പൊടിപടലങ്ങൾ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഈ മഴ നമുക്ക് സഹായമായി. അത് വല്ലാത്തൊരു അത്ഭുതം അല്ലെങ്കിൽ ഒരു റഹ്മത്ത് എന്ന് നമുക്ക് പറയാം. ഇത് നമ്മുടെ ആറുവരിപ്പാതയുടെ പാലമാണ് തൊട്ട മുമ്പിൽ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ ഇറങ്ങി വന്നിട്ട് നമ്മുടെ മുമ്മാലിപ്പടി ഇവിടെ ഒരു ജംഗ്ഷനായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഗതാഗതക്കുരുക്ക് ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് കയറുന്നതും. നമ്മളെ മുമ്പിൽ കാണുന്നത് കോട്ടക്കൽ മഞ്ചേരി തിരൂർ റോഡാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു വലിയൊരു സംഗമം, ഒരു ജംഗ്ഷനായി മാറി, ഒരു പട്ടണമായി മാറി, ഭാവിയിലേക്ക് അതിവിദൂരമല്ലാത്ത ഭാവിയിലേക്ക് വലിയൊരു പട്ടണമായി മാറാനുള്ള സാധ്യത നമ്മളിവിടെ കാണുന്നുണ്ട്. മഴയുടെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. വെള്ളം ഒഴുകുന്ന നമുക്കിവിടെ കാണാം. വ്യക്തമായ മഴയിലും ആ പാടത്ത് കാലത്തും നമുക്ക് ടവറിനകത്തേക്ക് കയറിയിട്ട് അകത്തെ കാഴ്ചകൾ നമുക്ക് നോക്കാം. ഈ ടവറിനകത്ത് മഗ്‌രിബിന് ശേഷം മഴയുടെ ശമനത്തിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. പ്രവേശനമുണ്ട്. അത് പ്രകാരം നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു കോൺഫറൻസ് ഹാള് ഇതിനകത്ത് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ലിഫ്റ്റ് സംവിധാനമുണ്ട്. അതുപോലെ തന്നെ മറ്റ് യൂത്ത് സ്ക്വയറുണ്ട്. അതുപോലെ തന്നെ ഓഫീസുകളും മറ്റ് ഹാളുകളും ഉള്ള വലിയൊരു ഹാളുകളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. യൂത്ത് സ്ക്വയറുണ്ട്. അതുപോലെ തന്നെ SMA ഓഫീസുണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കൂടുതൽ പോയിട്ട് നോക്കാം. പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണികൾ ഇനിയും ഒരുപാട് പണികൾ കഴിയാൻ ബാക്കിയുണ്ട്. കുറേ ഒക്കെ പണികൾ ഏകദേശം 90% ഏതോ 90% ആയിട്ടുണ്ട്. ബാക്കിയുള്ള പണികളുണ്ട്. ആ പണിക്ക് ഇനിയും വേണം തുകകൾ വേണം. അതൊക്കെ നമ്മുടെ പ്രവർത്തകർ സംഘടിപ്പിക്കണം. അവർ മുന്നിട്ടിറങ്ങി ആണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഇതിനകത്ത് കാണാം, കുറച്ച് ഭാഗത്ത് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെക്കറേഷൻ, അങ്ങനെ മറ്റ് ചില റൂമുകളും ഒക്കെ ശരിയാക്കേണ്ടതുണ്ട്. നമുക്കിവിടെ കാണാം. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഇനിയൊരു നല്ല ഒരു സംഖ്യ ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ തിരിച്ചുണ്ടാക്കിയപ്പോഴത്തെ വീണ്ടും അത്രയും ശ്രമങ്ങൾ നടത്തേണ്ടതായിട്ട് വരുന്നതാണ് കണ്ടുപോകാൻ മനസ്സിലായത്. ഏതായാലും എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടാണ് നമ്മുടെ ഈ താജുൽ ഉലമ ടവർ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ സംശയമില്ല. നമ്മുടെ നേതൃത്വം ആ കാര്യത്തിനൊക്കെ വളരെയധികം മുമ്പിലാണ് എന്ന് നമുക്കിത് കാണുമ്പോൾ ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ഓലോ അഹദി എന്ന് താജുൽ ഉലമ പ്രഖ്യാപിച്ച ആ വാക്ക് നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ല. നമ്മുടെ അടുത്ത് ആ വാക്ക് ഓർമ്മ വേണം എന്നും. 89 കാലഘട്ടം
അറിയാത്ത ആളുകൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ യുവാക്കൾ ആ കാലഘട്ടം മനസ്സിലാവാത്തവർ, നേരിൽ കാണാത്തവരൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ അത് നല്ലപോലെ അനുഭവിച്ചറിഞ്ഞതാണ് 89 എന്നൊരു കാലഘട്ടം. അന്നത്തെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. ഫിറഔനെ പോലെ തന്നെ എല്ലാവരെയും വെല്ലുവിളിച്ചിട്ട് നീങ്ങുന്ന ഒരു വിഭാഗം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്താണ് നമ്മുടെ നേതൃത്വം ഈ ഒരു വിജയം കൈവരിച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ പറ്റുന്ന, നമുക്ക് മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള ചില അനുഭവങ്ങൾ ഇപ്പോൾ മറ്റ് ചില ഭാഗങ്ങളൊക്കെ കണ്ടുവരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനും കേൾക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നേതൃത്വം അത് എത്ര കൊല്ലം മുമ്പെയാണ് കണ്ട് മനസ്സിലാക്കിയത്? ഏകദേശം 89, 90, 10, 100, 15 കൊല്ലം, ഏകദേശം 35 കൊല്ലം മുമ്പ് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അന്ന് ഉസ്താദ് തീപ്പെട്ടിക്കൊല്ലി വരുതി കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഉണ്ട് വെളിച്ചം, സുന്നികൾ ഇങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞു. അന്ന് സുന്നികളെല്ലാവരും, ഒറിജിനൽ സുന്നികളൊക്കെ ഈ ഭാഗത്തേക്ക് നീങ്ങി. ആ പ്രസ്ഥാനമാണ് ഇന്ന് വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന നമ്മുടെ ഈ പ്രസ്ഥാനം. വലിയൊരു ഹാളാണ്. ഇവിടെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ലൈറ്റും പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ നിലയിൽ പിടിപ്പിച്ചിട്ടില്ല, അവിടെയാണ് ബാക്കിയുള്ളത്. അവിടുന്ന് വരുന്ന ഹൈവേ ആണത്, നാൽമൂട് ആറുവരിപ്പാത. അതിൻ്റെ ദൃശ്യം നമുക്കിവിടെ കാണാം. ഇവിടെ ഏറ്റവും വലിയൊരു ടൗണായി, ഇത് നമ്മൾ കോട്ടക്കൽ മഞ്ചേരി റൂട്ട്, അതുപോലെ തന്നെ വലിയൊരു ടൗണായി മാറിയിരിക്കുകയാണ് ഈ ഭാഗത്ത്. മഴയാണ്, നല്ല മിന്നറിയുന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് വല്ലാതെ തലയിടണ്ട, അവിടെ വലിയ സുരക്ഷയില്ല. ഗ്ലാസ് മാത്രമേ ഇവിടെ മാറിയിരിക്കും. ഇങ്ങോട്ട് നോക്കിയാൽ ഒറ്റ നോക്കിയാൽ മതി. ആ ശരി, പുറകോട്ട് വലിയ എല്ലാവരും. ഇത് ലെഫ്റ്റ് നമ്മുടെ എലിവേറ്റർ സൻസീർ. ഇത് ഏറ്റവും ടോപ്പിലേക്കുള്ള വഴിയാണ്. ഇവിടെ പിന്നെ ഒന്നും കാണാനില്ല, ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലുള്ള കാഴ്ച. നമ്മൾ മൊത്തം കണ്ടു, അൽഹംദുലില്ലാ. ഞാനും വലിയറും മിസ്റ്റർ 2 പെൺമക്കൾ അല്ലേ, ഞങ്ങളിത് കാണാൻ വേണ്ടി വന്നതാണ്. തിരി
ഇത് ഏറ്റവും താഴെ ഗ്രൗണ്ട് ഫ്ലോറ് പാർക്കിംഗ് ഏരിയയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സമയത്ത് കാണാം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പം സപ്പോർട്ട് ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. നമുക്ക് മറ്റൊരു സമയത്ത് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. നടക്കും.